ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിതാ ധ്യാനക്കുട്ടൻ മൊട്ടക്കുട്ടൻ ഇതാ എങ്ങോട്ടാ പോകുന്നല്ലേ, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഗുരുവായൂർ പോവാണ്. ഗുരുവായൂർ ഗായത്രിക്കുട്ടിയുടെ കുച്ചിപ്പുടിയുടെ അരങ്ങേറ്റമാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും കൂടി പോയി. ഏട്ടൻ്റെ കൂടെ പോയത് അമ്മ, ഏട്ടൻ, ഞാൻ, ചേച്ചി, കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഇതാ ഗുരുവായൂരെത്തി. ഗുരുവായൂരെത്തിയ ഉടനെ നമ്മൾ നേരെ ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി ക്യൂ നിന്നു. നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. പക്ഷെ എന്തായാലും വേണ്ടില്ല, നാളെ കാലത്ത് ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് പ്രോഗ്രാം തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അരങ്ങേറ്റം. അപ്പോൾ ഇനി ക്യൂ നിന്നാൽ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ എന്തായാലും ഉള്ളിൽ കയറി തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയൊക്കെ തൊഴുതു. കുറേ നേരം നിന്നിട്ടാണ് തൊഴുതു. അപ്പോഴേക്ക് രാജേട്ടനും അനന്തും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അഭിയേട്ടനും ചേച്ചിയും കുട്ടികളൊക്കെ വേറെ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഭയങ്കര വിശപ്പ്, കുറേ നേരം ക്യൂ നിന്നിട്ടാണ് തൊഴുതത്. അപ്പോൾ എല്ലാ സ്ഥലത്ത് വന്നപ്പോഴും ഇതാ പഴയിടം അവിടെയൊക്കെ വന്നപ്പോഴും ഭയങ്കര തിരക്കാ, സീറ്റില്ല ഇരിക്കാം. അങ്ങനെ കോൾഡ് കോഫിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെയും ക്ലോസ് ചെയ്തു, ഇനി 10 മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഇതാ കുറേ ദൂരം നടന്ന് നമ്മുടെ ശരവണ ഭവനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ റൂമിലെത്തിയപ്പോഴേക്കും റൂമിൻ്റെ പണിയൊക്കെ ആകെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിള്ളേരെടുത്ത് ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. ബെഡ്ഷീറ്റ് AC റൂമായിരുന്നു. അങ്ങനെ 4 ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ റൂമൊക്കെ എടുത്ത് ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഇതാ പ്രിയങ്ക ഫാൻസിയിൽ പോയി. ഗുരുവായൂർ ചെന്നാൽ പ്രിയങ്ക ഫാൻസിയിൽ പോകാണ്ടിരിക്കേണ്ട, ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. സാധനങ്ങളുടെ ഫാൻസി ഐറ്റംസ്, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. വാങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും കുറേ നടന്ന് കണ്ടു. പെച്ചുവിനും കുഞ്ഞാറ്റയ്ക്കും വളയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ ഗായത്രിക്കുട്ടി ഒരുങ്ങി സുന്ദരിയായി നിൽക്കുന്നുണ്ട്. അന്നും ഭയങ്കര തിരക്കാട്ടോ. രാവിലെയൊന്നും കാലത്തൊന്നും ജസ്റ്റ് ഒന്ന് പുറത്ത് നിന്നിട്ടെങ്കിലും തൊഴാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് അടുക്കാൻ വയ്യ, നല്ല തിരക്കായിരുന്നു. അപ്പോഴേക്കും ഉച്ചയോടുകൂടി അവിടെ അരങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റിൽ തന്നെ അവരുടെ കുറച്ച് ആളുകളെല്ലാവരും അവരുടെ ഭരതനാട്യത്തിൻ്റെ ആ ടീം തന്നെയായിരുന്നു കുച്ചിപ്പുടിയിലും. അപ്പോൾ അവരെല്ലാവരും കൂടിയുള്ള 2 ഡാൻസാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റിലെ ഡാൻസ് കഴിഞ്ഞ ശേഷമായിരുന്നു രണ്ടാമത്തെ. ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ, കുച്ചിപ്പുടി ആയതുകൊണ്ട് തന്നെ ആ മൊന്ത പ്ലേറ്റിലുമാണല്ലോ. അപ്പോൾ ആ മൊന്ത തലയിൽ വെച്ച് കളിക്കുമ്പോൾ കളിക്കുന്നവരെക്കാളും ടെൻഷൻ അവരുടെ അമ്മമാർക്കാണെന്ന് നമുക്ക് ശരിക്കും കാണാൻ പറ്റും സ്റ്റേജിൽ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം 3:30-4 മണിയോടുകൂടി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ അരങ്ങേറ്റമൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് തൃപ്തിയോടുകൂടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സി യു.